ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ രണ്ട് പ്രോഡക്റ്റ് പരിചയപ്പെടുത്താനാണ് വന്നേക്കുന്നത്. ഡിയോഡാപ്പ് എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ്, അത് ആപ്ലിക്കേഷനും ഉണ്ട്, പുതിയതായിട്ട് ഉള്ള ഒരു വെബ്സൈറ്റാണ്. അപ്പം അതിൽ നിന്നൊരു പ്രോഡക്റ്റ് രണ്ടെണ്ണം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഏറ്റവും ചീപ്പ് റേറ്റിൽ കിട്ടുന്ന ഒരു വെബ്സൈറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയാം. കാരണം ഏറ്റവും അതുപോലെ പ്രൈസ് കുറച്ച് കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ്. നമുക്ക് അതിലെ പ്രോഡക്റ്റ് എന്തോന്ന് നോക്കാം. ഞാൻ രണ്ടെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ വില കുറച്ച് കിട്ടുന്നതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു സംശയം തോന്നണം, കാരണം ഇത് ക്വാളിറ്റി ഉള്ളതാണോ. കാരണം ചീപ്പ് റേറ്റിനാണ് ഞാൻ രണ്ട് പ്രോഡക്റ്റ് മേടിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ എത്ര രൂപയാണെന്ന് പ്രൈസും ഞാൻ പറയാം. നമുക്ക് പ്രോഡക്റ്റ് നോക്കാം. ഡിയോഡാപ്പ് എന്നാണ് വെബ്സൈറ്റിൻ്റെ പേര്. അല്ലെങ്കിൽ നമ്മുടെ പ്ലേ സ്റ്റോറിൽ കിടപ്പുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഐഫോൺ ആണെങ്കിൽ ആപ്പ് സ്റ്റോറിലും കിടപ്പുണ്ട്. ഇതാണ് നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. രണ്ട് പ്രോഡക്റ്റാണ് ഓർഡർ ചെയ്തേക്കുന്നത്. വെബ്സൈറ്റിനെ പറ്റിയുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ ബാക്കി കുറേ പറയാം. നമുക്ക് പ്രോഡക്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ പറയാം. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വന്നേക്കുന്നത് ബില്ല് ഉൾപ്പെടെ വന്നിട്ടുണ്ട്. സാധനം നമ്മൾ എന്തൊക്കെയാണ് പ്രോഡക്റ്റ് മേടിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഒരിടത്തും അങ്ങനെയില്ല. ബില്ലല്ല, മീൻസ് നമ്മളൊരു പ്രോഡക്റ്റ് എന്ത് സാധനമാണ് മേടിച്ചേക്കുന്നത് ഒരു ബില്ലുണ്ട്. അതെല്ലാം നമ്മൾ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും എല്ലാത്തിലും ഉള്ളതാണ്. എന്ത് സാധനമാണ് കൃത്യമായിട്ട് ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ മേടിച്ചേക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം നമ്മുടെ സ്പ്രേ ബോട്ടിൽ, അതായത് കാലി ബോട്ടിൽ, ചെറുതാണ്, 5 ml. നമുക്ക് എനിക്ക് തോന്നുന്നു സ്പ്രേ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സാധനം സ്പ്രേ ഇതിനകത്ത് നിറച്ചിട്ട് നമുക്ക് ഇപ്പോൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു കല്യാണത്തിന് പോകുമ്പോൾ ചിലതൊക്കെ സ്പ്രേ നമ്മൾ അടിച്ചിട്ട് പോകുമ്പോഴത്തേക്ക് അതിൻ്റെ മണമൊക്കെ പോകും. അവിടെ ചെന്ന് രണ്ടെണ്ണം വേണേൽ ഒന്ന് പൂശണമെങ്കിൽ ചെറിയൊരു ബോട്ടിൽ ഇരിക്കുന്നത് നമുക്ക് നല്ലതാണ്. ഇത് നമുക്ക് ഇങ്ങനെ നിറയ്ക്കാൻ പറ്റും. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ ചെറിയൊരു ഹാൻഡ് ബാഗ് തോളത്തിടുന്നത്, ചെറിയൊരു ബാഗ്, കുഞ്ഞു ബാഗ്. അതിനകത്ത് വലുതായിട്ടൊന്നും കൊള്ളത്തില്ലെന്ന് തോന്നും. നമുക്കത് സാധനം കണ്ടാലേ അറിയത്തുള്ളൂ അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇങ്ങനെ എല്ലാവരും നോട്ടീസായിട്ട് ഇങ്ങനെ സംഭവം ചെയ്യുന്നത് അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. രണ്ടെണ്ണം വാങ്ങിച്ചായിരുന്നു. ഒന്ന് എൻ്റെ സുഹൃത്തിനും കൂടെ ഉള്ളതാണ്. ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെയൊക്കെ സംഭവം പരിപാടിയാണ്. ഇത് കണ്ടോ, ചെറിയ സാധനം. ഇതിൻ്റെ അടിയിൽ കൂടെയാണ് നമ്മളിങ്ങനെ സ്പ്രേഡ് ചെയ്ത് വെച്ച് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. ഇത്രയേ ഉള്ളൂ സാധനം. എൻ്റെ വിരലിൻ്റെ ഇത്രയേ ഉള്ളൂ. ഇത് ഞാൻ പറഞ്ഞില്ല, നമ്മളെവിടെയെങ്കിലും പോകുമ്പോൾ ജസ്റ്റ് നമ്മൾ ചുമ്മാ ഒരു ഇച്ച നമ്മളെവിടെയെങ്കിലും ചെന്ന് ഒരിടത്ത് ചെന്നു നമ്മുടെ സ്പ്രേയുടെ ഒക്കെ മണം പോയിട്ടുണ്ടെങ്കിൽ ഇതാകുമ്പോൾ കൈ പോക്കറ്റിലും കൊണ്ട് കണക്കാം. രണ്ടെണ്ണം എടുത്ത് ഇങ്ങനെ ശുശൂൽ അടിച്ചിട്ട് നമുക്ക് കയറുകയും ചെയ്യാം. അതാണ്. ഇതിൻ്റെ വില എത്രയാണെന്ന് അറിയാം. വെറും 34 രൂപയുടെ പ്രോഡക്റ്റാണ്. വെറും 34 രൂപയ്ക്ക് ഇത്രയും നല്ല പ്രോഡക്റ്റ്, കിടില സാധനം. കാരണം അത് പ്രോഡക്റ്റ് നമുക്ക് പിടിക്കും പറയും. 34 രൂപയ്ക്ക് പറയാൻ പറ്റില്ല, കുറഞ്ഞൊരു 100-150 രൂപയൊക്കെ കുറഞ്ഞത് വരും. ഇത്രയും രൂപയ്ക്ക് ലാഭം തന്നെയെന്ന് പറയേണ്ടിയിരിക്കുന്നു കേട്ടോ. ഒരെണ്ണം 34 രൂപയുടെ പ്രോഡക്റ്റാണ്. ഞാൻ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടെണ്ണം വാങ്ങിച്ചു. പിന്നുള്ളത് ഞാൻ പറഞ്ഞില്ല, ചെറിയൊരു ബാഗാണ്. ഇതാണ് നമ്മുടെ ബാഗ്. ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 96 രൂപയാണ് വില. 96 രൂപയ്ക്ക് എവിടെയെങ്കിലും ബാഗ് കിട്ടും. നമുക്ക് പുറത്ത് ചെന്നാൽ പോയി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണെന്ന് ഞാൻ നോക്കട്ടെ, എന്നിട്ട് ബാക്കി പറയാം. ഗൈസ്, ഇതാണ് ബാഗ്. കുഞ്ഞ് ബാഗാണ്. നമുക്ക് ഇങ്ങനെ തോളത്തൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് പോകാൻ പറ്റും. അതെ, ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ പോകാൻ പറ്റും. ഗൈസ്, അടിപൊളി ബാഗ്, സൂപ്പർ ബാഗ്. സിബൊക്കെ നല്ല കിടിലം ക്വാളിറ്റി. കാണാമെന്ന് വിശ്വസിക്കുന്നു. ഇതേതുണ്ടോ, നമുക്ക് ആവശ്യത്തിന്, അതായത് മൊബൈൽ, പവർ ബാങ്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വെച്ചിട്ട് കൊണ്ടുപോകണം. നമ്മൾ വലിയ ബാഗ് കൊണ്ട് കൊണ്ടുപോകാതെ ഈ ഒരു ചെറിയൊരു ബാഗ് ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ തോളത്തിട്ടിട്ട് പോകാൻ പറ്റും. നല്ല ബാഗ്, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത്ര ചീപ്പ് ക്വാളിറ്റി ആണെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. നല്ല കിടിലം ബാഗ്. ഞാനത് ചീപ്പ് ക്വാളിറ്റി ആണെന്നാണ് പ്രതീക്ഷിച്ചത്, പക്ഷേ നല്ല കിടിലം ബാഗ്. ഇതിപ്പം പറയുകയെന്ന് വെച്ചാൽ ഏകദേശം നിങ്ങൾക്ക് കാണുന്നത് എൻ്റെ കൈയുടെ ഇത്രയും കയറും. നമ്മുടെ ഒരു കൈ എന്ന് പറഞ്ഞാൽ ഇത്രയുണ്ട്, ഇത്രയുണ്ട്. എനിക്കൊന്നൊരു കുട വെക്കാനുള്ള സ്പേസ് കാണും, അത്രേ ഉള്ളൂ കേട്ടോ. വലിയ ഓവറായിട്ടുള്ള സ്പേസ് ഒന്നും ഇല്ല കേട്ടോ, അത് ഓർത്തോണം.
സംഭവം കിടുക കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടതായിട്ട് ഇതിനകത്ത് ചെറിയൊരു ഹോൾ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമുക്ക് വയറൊക്കെ കയറ്റി വിട്ടിട്ട് വേണം പവർ ബാങ്കൊക്കെ ഇട്ടിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കറിയത്തില്ല, കൊടുത്തേക്കുന്നുണ്ട് ഞാൻ വെക്കാറ് കണ്ടപ്പോൾ ഞാനങ്ങ് പറഞ്ഞ. പക്ഷേ അടിപൊളി സാധനം കേട്ടോ, കിടു സാധനം. 96 രൂപയ്ക്ക് ഇത്രയും ഗോൾഡ്. ഇതാണ്ട് സ്റ്റിച്ച് ഗോൾഡൊക്കെ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം. അടിപൊളി സാധനം, അടിപൊളി. നമുക്ക് ഞാൻ പറഞ്ഞില്ല, ചെറിയ ചെറിയ ഐറ്റങ്ങൾ മാത്രമേ കൊള്ളൂ. എനിക്കൊരു ബുക്കൊന്നും കയറാനൊന്നും സ്പേസ് ഒന്നും ഇല്ല കേട്ടോ. ഇല്ല കൊട, പവർ ബാങ്ക്, പിന്നെ ചെറിയ അങ്ങനെയുള്ള ചെറിയ ഐറ്റങ്ങളൊക്കെ കൊണ്ടുപോകാം. അത്രേ ഉള്ളൂ കേട്ടോ. കൊള്ളാം കേട്ടോ. 96 രൂപയ്ക്ക് കിട്ടില്ല പ്രോഡക്റ്റ്. പിന്നെ ഇതിനെല്ലാം ഷിപ്പിംഗ് ചാർജ് കൂടെ വരുന്നുണ്ട്. നമ്മൾ ഈ ഒരു ആപ്പിൽ കയറി മേടിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രോഡക്റ്റായിട്ട് മേടിച്ചാൽ വളരെ നഷ്ടമാണ്. മേടിക്കുമ്പോൾ നമ്മളൊരു മിനിമം 2-3 പ്രോഡക്റ്റ് മേടിച്ചാലേ നമുക്കത് മുതലാകത്തുള്ളൂ. ഇതിലിപ്പോൾ എനിക്കിപ്പോൾ 96 രൂപയുടെ പ്രോഡക്റ്റും 234 രൂപയുടെ സാധനവും കൂടെ മേടിച്ചപ്പോൾ എനിക്ക് 49 രൂപ ഡെലിവറി ചാർജ് ഷിപ്പിംഗ് ചാർജ് ആയിട്ടുള്ളൂ. ഈ ഷിപ്പിംഗ് ചാർജ് ഈ 96 രൂപയുടെ പ്രോഡക്റ്റ് മേടിച്ചാലും എനിക്ക് 49 രൂപ ഷിപ്പിംഗ് ചാർജ് ആകും. അപ്പം നമുക്കത് നഷ്ടമാണ്. ഞാൻ ഇതിനകത്ത് കുറച്ച് വീഡിയോസിൽ ഞാൻ കുറേ വീഡിയോസ് കണ്ടായിരുന്നു ഇതിനെപ്പറ്റി. ഈ ആപ്പുള്ളതാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി ജസ്റ്റ് ഞാൻ നോക്കിയപ്പോഴത്തേക്കും അതിലും ഒരാളും ഇതിനെപ്പറ്റി മെൻഷനാക്കി പറയുന്നില്ല. ഷിപ്പിംഗ് ചാർജ് ഉണ്ടെന്ന് മാത്രം പറയുന്നുള്ളൂ, അല്ലാതെ ഒന്നും പറയുന്നില്ല. ഇന്ന പ്രോഡക്റ്റ് മേടിക്കും, ഇന്ന പ്രോഡക്റ്റ്. എന്നാൽ ആ വീഡിയോക്കകത്ത് വന്നിട്ട് അവരും കുറേ പ്രോഡക്റ്റ് മേടിക്കുന്നുണ്ട്. അവർ മേടിക്കുന്നവരാണെങ്കിൽ ഒരെണ്ണമായിട്ട് നമുക്ക് മേടിച്ചാൽ അത് അവർ കൃത്യമായിട്ട് പറയുന്നില്ല. അത് പറഞ്ഞു കൊടുത്തെങ്കിലേ കാണുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാകത്തുള്ളൂ. അല്ലെ ഈ കാണുന്ന ആൾക്കാർ പോയി മേടിച്ചാൽ അവർ ചതിക്കപ്പെടത്തില്ലേ? അതാണ് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് വൃത്തിക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അതൊന്നും മനസ്സിലാത്ത രീതിയായിപ്പോൾ. അപ്പം എല്ലാവരും മേടിക്കുവാണെങ്കിൽ നിങ്ങൾക്കൊരു 5-6 പ്രോഡക്റ്റ് വലിയ പൈസ ഇല്ല. അതായത് 9 രൂപ സ്റ്റാർട്ടിങ് സാധനമുണ്ട്. പിന്നെ അതിൻ്റെ ടാക്സും വരും, പിന്നെ ഷിപ്പിംഗ് ചാർജും വരും. അത് ഓർത്തോണം, എല്ലാത്തിനും ടാക്സ് ഉണ്ട്. ഇപ്പോൾ എനിക്കൊന്ന് 34 രൂപയുടെ പ്രോഡക്റ്റ് മേടിച്ചപ്പോൾ എനിക്ക് 100 രൂപ അടുത്തായിട്ടുണ്ട്. കാരണം ടാക്സും ഷിപ്പിംഗ് ചാർജും എല്ലാം കൂടെ കൂട്ടി ഒരു പ്രോഡക്റ്റ് മാത്രം മേടിക്കുവാണ്. ഇതിന് 3നും കൂടെ എനിക്ക് വന്നേക്കുന്നത് 49 രൂപ ഷിപ്പിംഗ് ചാർജ് ആയിട്ടുള്ളൂ. പിന്നെ എത്ര 30 രൂപ അങ്ങനെ ടാക്സും, അത്രേ എനിക്ക് ആയിട്ടുള്ളൂ. അത് ഓർത്തോണം. അത് വെച്ച് നോക്കുമ്പോൾ ഇത് പക്ക ലാഭമാണ്. നമുക്ക് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും മീഷോയിലൊന്നും ഇത്രയും വിലയ്ക്കൊന്നും കിട്ടത്തില്ല. മീഷോയിലൊക്കെ ഞാൻ നോക്കിയപ്പോൾ ഇതിലും വിലക്കുള്ളൂ. എനിക്ക് 150-200 രൂപയ്ക്കാണ് മീഷോയിൽ വരുന്നത്. പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല, ഓൺലൈൻ പർച്ചേസിങ് മാത്രമേ ഉള്ളൂ. ഓൺലൈൻ പേയ്മെൻറ്റിങ് മാത്രമേ ഉള്ളൂ. പിന്നെ റിട്ടേൺ ഉണ്ട്, പക്ഷേ അവർ ഡാമേജ് ഉണ്ടെങ്കിൽ മാത്രമേ റിട്ടേൺ എടുക്കത്തുള്ളൂ. പിന്നെ നമ്മൾ ഈ പ്രോഡക്റ്റ് എടുക്കുന്ന സമയത്ത് അൺബോക്സ് ചെയ്ത് വെക്കണം. പ്രത്യേകം അൺബോക്സിങ് വീഡിയോ അവർ ചോദിക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് കാണിച്ചെങ്കിൽ മാത്രമേ അവർ റിട്ടേൺ എടുക്കത്തുള്ളൂ. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നൊന്നും പറഞ്ഞ് തിരിച്ചയക്കാനൊന്നും പറ്റത്തില്ല. മറ്റേ ആപ്പിനെ പോലൊന്നുമല്ല. മീഷോയിലേക്കാണ് നമുക്ക് തിരിച്ചയക്കാൻ പറ്റും, 7 ദിവസം റിട്ടേൺ ഉണ്ട്. പക്ഷേ ഇതിലൊന്നും അങ്ങനെയുള്ള സെറ്റപ്പ് ഒന്നുമില്ല. അത് ശ്രദ്ധിക്കുക. നമ്മൾ ഏത് പ്രോഡക്റ്റ് എടുത്താലും അത് വീഡിയോ എടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അവർ ചോദിക്കുവാണെങ്കിൽ നമുക്ക് അയക്കാം. അതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. നമുക്ക് മറ്റേ സ്പ്രേ ഒന്ന് ഇതിലോട്ടൊന്ന് നിറച്ച് നോക്കാം, എങ്ങനെയുണ്ട് സംഭവം, വർക്കാകുന്നുണ്ടോ ഇല്ലയോ. ഇപ്പം ഞാനിപ്പോൾ ഒരു സ്പ്രേ എടുത്തിട്ടുണ്ടേ. ഈ സംഭവം ഊരുന്നു. ഇതിൻ്റെ ചൂട് എടുക്കുക. കയറുന്നുണ്ട്. കയറി വരുന്നുണ്ട്. സാധനം കാണാൻ പറ്റുമോ എന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. ഏതായാലും ഒന്ന് അടിച്ച് കാണിക്കാം. കണ്ടോ സാധനം? പൊള്ളി സാധനം. എനിക്കിത് ഇഷ്ടപ്പെട്ടു കേട്ടോ, വളരെയധികം ഇഷ്ടപ്പെട്ടു. പോക്കറ്റിൽ കൊണ്ട് നടക്കാം. നമുക്ക് ഇത്രയുള്ളൊരു സ്പ്രേ കൊണ്ടുപോകാതെ തന്നെ ഇത്രയുള്ളൊരു സാധനം, അത് തമ്മിലുള്ള ഡിഫറൻറ്റ് നോക്കിക്കുക നിങ്ങൾ. ഇത് കിടു സാധനം കേട്ടോ. ഇതെല്ലാവരും ഒരെണ്ണം മേടിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് ഇപ്പം ഞാൻ പറഞ്ഞില്ല, കല്യാണത്തിനൊക്കെ പോവുകയാണെങ്കിൽ തന്നെ നമ്മളിപ്പോൾ ഇത്ര യാത്ര ചെയ്തിട്ട് പോയിട്ട് വിയർത്ത് കുളിച്ച് പോകുമ്പോൾ ഒരു വിയർപ്പിൻ്റെ മണമായിരിക്കുമല്ലോ. അപ്പോൾ ഇതൊരെണ്ണം ഉണ്ടെങ്കിൽ 2 പൂശിയിട്ട് കയറുകയാണെങ്കിൽ ആ മണം നിൽക്കും. നല്ല മണമുള്ള സ്പ്രേ ആണെങ്കിൽ ഇപ്പോൾ 8 മണിക്കൂറിൻ്റെ മണമുള്ള സ്പ്രേ ആണ്. നമ്മളെല്ലാവരും പറഞ്ഞില്ല, വിയർത്തിട്ട് അവിടെ ഇവിടെയൊക്കെ പോയി കഴിയുമ്പോൾ മണം പോകും. ഈ സാധനം 2 എടുത്തതുപോലെ ഇങ്ങനെ പൂശി കഴിഞ്ഞാൽ സംഭവം അടിപൊളി. വളരെയധികം എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ പ്ലേ സ്റ്റോറിലാണെങ്കിൽ ആപ്പ് കിടപ്പുണ്ട്, ആപ്പ് സ്റ്റോറിലാണെങ്കിൽ ആപ്പ് കിടപ്പുണ്ട്, അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴി കയറാനാണെങ്കിൽ വെബ്സൈറ്റ് കിടപ്പുണ്ട്. diapp.com എന്ന് അടിച്ചാൽ മതി. diapp എന്ന് അടിക്കുമ്പോൾ തന്നെ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും പ്രോഡക്റ്റ് മേടിക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ നോക്കി മേടിക്കും. ഒരു പ്രോഡക്റ്റായിട്ട് മേടിച്ചാൽ ഭയങ്കര നഷ്ടമാണ്. മേടിക്കുമ്പോൾ 2-3 പ്രോഡക്റ്റ് മേടിച്ചാൽ നമുക്ക് 49 രൂപ ഷിപ്പിംഗ് ചാർജിൽ നമുക്ക് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഓരോ പ്രോഡക്റ്റിനും 49 രൂപ വെച്ചെങ്കിൽ വലിയ നഷ്ടമായിപ്പോൾ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് വരെ ബൈ.